പോകുമ്പോഴും ഒരുപക്ഷെ പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമുള്ള ഒരു പ്രതികരണത്തിലാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് കേരളം കണ്ടതിൽ വെച്ച് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന തരത്തിലേക്ക് സതീശൻ മാറുന്നു എന്ന സാഹചര്യമാണ്. കാരണം കൈ ഉയർത്തി അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. തങ്ങൾ വിജയിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ അണികൾക്ക് പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട്. സതീശന്റെ ആ സന്ദേശം എന്താ എല്ലാ അർത്ഥത്തിലും നോക്കൂ, താൻ 100+ എന്ന നമ്പർ വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ സതീശൻ കാണിച്ച ചങ്കൂറ്റം, വനവാസം പോലെയുള്ള വലിയ പ്രസ്താവനകൾ നടത്താൻ കാട്ടിയ ചങ്കൂറ്റം, കഴിഞ്ഞകാല ബൈ ഇലക്ഷനുകളും ഒടുവിൽ പാർലമെന്റ് ഇലക്ഷനും ഒടുവിൽ ഇതാ നിയമസഭാ ഇലക്ഷനുമെല്ലാം സതീശൻ പ്രസ്താവന ഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൊണ്ടോ എല്ലാം കൃത്യമായി മാറുന്നു എന്നാണ് സാഹചര്യം. നിലവിലെ കണക്ക് നോക്കുമ്പോൾ 100+ എന്ന സീറ്റിലേക്ക് നമ്പറിലേക്ക് UDF കടന്നാലും അത്ഭുതമില്ല എന്നതാണ് സാഹചര്യം. ചില അപ്ഡേറ്റുകളൊക്കെ ആ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ മാറ്റമുണ്ടായേക്കാം, കാരണം കൗണ്ടിങ് പകുതി പിന്നിട്ടിട്ടില്ല. മാറ്റമുണ്ടാവും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തൊരു UDF തരംഗമാണ്. ആ തരംഗമാണ് പ്രതിഫലിക്കുന്നത്. നോക്കൂ, രമേശ് ചെന്നിത്തലയെ എടുത്തുയർത്തുകയാണ് പ്രവർത്തകർ. രമേശോ സതീശനോ ആ ചോദ്യത്തിന് എനിക്ക് കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇതവർക്ക് ആഘോഷിക്കാനുള്ള സമയമാണ്. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആ ആവേശമാണ് കാണുന്നത്. നേതാക്കളെല്ലാം KPCC ഓഫീസിലേക്ക് വരുന്നു, ആ ആവേശം കൊണ്ടുവരുന്നു. നോക്കൂ, ആ പ്രവർത്തകർക്കിടയിലൂടെ രമേശ് ചെന്നിത്തലയുടെ കടന്നുവരവ്, രമേശ് ചെന്നിത്തല പ്രവർത്തകർക്കിടയിലേക്ക് വരുന്നു. മറ്റു നേതാക്കളെല്ലാം അവിടെയുണ്ട്. നേരത്തെ തന്നെ തമ്പടിച്ച് ഞങ്ങൾ ഇവിടെയുണ്ട്, എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടുകൊണ്ട്, തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കണ്ടുകൊണ്ട് ഈ ക്യാമ്പയിന്റെ ഭാഗമായി, ഈ ആഘോഷത്തിന്റെ ഭാഗം ഒന്നിച്ചാണ് അവർ മുന്നോട്ട് പോയത്. KPCC ഓഫീസിന് മുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആവേശം അലകടലായി മാറുന്നു എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രമേശ് ചെന്നിത്തലയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നതാണ്. VD സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇന്ദിരാഭവനിൽ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ഇനി പൂർണ്ണമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിലേക്ക്